നൂറ്റാണ്ടുകളായി ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബർമുഡ ട്രയാങ്കിൾ. കടൽ സഞ്ചാരികൾക്കും വിമാനയാത്രികർക്കും നൂറ്റാണ്ടുകളായി ഭീഷണി ഉയർത്തുന്ന ബർമുഡ ട്രയാങ്കിൾ കൊണ്ടുപോയിട്ടുള്ള മനുഷ്യജീവനുകളും കപ്പലുകളും വിമാനങ്ങളുമൊന്നും എണ്ണി തീർക്കാവുന്നതല്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്തല്ലല്ലോ എന്നോർത്ത് സമാധാനിക്കാൻ വരട്ടെ. ആളുകളുടെ ജീവനെടുക്കുന്ന, പോയാൽ ഒരു തിരിച്ചുവരവില്ലാത്ത ഒരിടം നമ്മുടെ രാജ്യത്തുണ്ട്. സ്റ്റോറി ടെയിൽ മലയാളത്തിന്റെ ഈ എപ്പിസോഡിൽ ഇന്ത്യയിലെ ബർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ദ ലേ ഓഫ് നോ റിട്ടേൺ എന്ന തടാകത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ചാങ്ലാങ് ജില്ലയിലെ ഇന്ത്യ മ്യാൻമർ അതിർത്തിയായ പാസാങ് സൗ പാസിന് സമീപമാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. 1.4 കിലോമീറ്റർ നീളത്തിലും 0.8 കിലോമീറ്റർ വീതിയിലുമുള്ള ഈ തടാകത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മ്യാൻമറിനും സ്വന്തമാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ഈ ഭൂവിഭാഗത്തിന്റെ പ്രത്യേകത വൈമാനികർ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത്. ജപ്പാനെതിരെയുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ചൈനയിലേക്ക് പോയ 8 സൈനികരടങ്ങുന്ന ഒരു അമേരിക്കൻ വിമാനം അപ്രത്യക്ഷമായതോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. പിന്നീട് ഇതുവഴി വന്ന 100-ലധികം വിമാനങ്ങളാണ് തകർന്നു വീഴുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തത്. 1500-ലധികം വൈമാനികർ അരുണാചൽ പ്രദേശിലെ ഈ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്തുവെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. 1995 മുതൽ ഇങ്ങോട്ട് 13 വലിയ വിമാന അപകടങ്ങൾ ഇവിടെ ഉണ്ടായി. 2001 അരുണാചൽ പ്രദേശിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കും പിന്നീട് 2011 അവിടുത്തെ മുഖ്യമന്ത്രിക്കും വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. 2 വർഷം മുമ്പ് 3 മലയാളി വ്യോമസേന ഉദ്യോഗസ്ഥരുൾപ്പെടെ 13 പേരുമായി സഞ്ചരിച്ച ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം ഇവിടെ വെച്ച് അപ്രത്യക്ഷമാവുകയും 8 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പർവ്വതങ്ങളും തീർത്തും പ്രവചനാതീതമായ കാലാവസ്ഥയുമാണ് വിമാനങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. തകർന്നു വീഴുന്ന വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടായ അരുണാചൽ പ്രദേശിലെ ഈ ഭൂപ്രകൃതിയിൽ തദ്ദേശീയരായ പർവ്വതാരോഹരുടെ സഹായം കൂടാതെ തിരച്ചിലുകൾ അസാധ്യമാണ് എന്നാണ് സൈന്യം പോലും സമ്മതിക്കുന്നത്. തന്ത്രപ്രധാനമായ സൈനിക മേഖലയായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ ബർമുഡ ട്രയാങ്കിളിനെ ഒഴിവാക്കി നീങ്ങുവാനാകില്ല. ഭാവിയിൽ ഈ ഭൂപ്രദേശത്തെ എങ്ങനെ സുരക്ഷിതമായി മറികടന്ന് സഞ്ചരിക്കുമെന്നത് വ്യോമസേനയുടെ വലിയ ചോദ്യചിഹ്നമായി ഇന്നും അവശേഷിക്കുന്നു. ഭാവിയിൽ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ, ശാസ്ത്രീയ നിരീക്ഷണ കേന്ദ്രങ്ങൾ, ഉപഗ്രഹ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള പ്രവചന സാങ്കേതിക വിദ്യകൾ എന്നിവ കൊണ്ട് ഇന്ത്യൻ വ്യോമസേന ഈ ദുരൂഹ മേഖലയെ മറികടന്ന് സുരക്ഷിതമായ ആകാശയാത്രകൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.